എനിക്കായി പിടയുന്ന നാഥൻ തൻ പിതാവെ നോക്കി കേണിടുന്നു. ഇവരോടു താതാ പൊറുക്കൂ, അറിയാതെ ചെയ്യും അപരാധമെല്ലാം സർവവും നിറവേറി എന്നരുൾ ചെയ്തു. നാഥൻ പ്രാണൻ വെടിഞ്ഞു. ജീവൻ നമ്മളിൽ വളർന്നിടുവാൻ, സ്നേഹം നമ്മിൽ ജ്വലിച്ചിടുവാൻ, സഹനത്തിൻ വീതിയെ പുൽകിടുവാൻ, രക്ഷകൻ മാർഗം സ്വീകരിക്കാൻ ഹൃദയം തുറക്കൂ ജനമേ. സോദരർക്കായി ജീവൻ നൽകിയിടുവാൻ, ആത്മാവിൻ ചേതനയിൽ ആത്മബന്ധങ്ങളിൽ നിൻ ജീവ ചൈതന്യമേകൂ നാഥാ, നവജീവ ചൈതന്യമേകൂ. 12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ കിടന്ന് മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. മരക്കുരിശിൽ ആടിയുലയുന്ന മനുഷ്യപുത്രൻ. ചാട്ടവാറടിയാൽ മുറിവേറ്റ ശരീരം കുരിശിലുലഞ്ഞ് രക്തം ഒഴുകിയിറങ്ങുന്നു. ശരീരം മുഴുവൻ പിടയുന്നു. അസഹനീയമായ വേദന. അവസാനത്തെ കണ്ണുനീർത്തുള്ളികൾ ഭൂമിയിലേക്ക് ഇറ്റിറ്റു വീണു. കുരിശിൽ ദാഹാർത്തനായി പ്രാണനു വേണ്ടി പിടയുന്ന ഈശോ. വേദന കൊണ്ട് പിടയുമ്പോഴും പരിഹാസത്തിന്റെ കൂരമ്പുകൾ. ദൈവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. രക്ഷിക്കാൻ ഏകമാർഗം പിതാവേ, ഇവരോട് പൊറുക്കണമേ എന്ന പ്രാർത്ഥന മാത്രം ഈശോയ്ക്ക്. വേദനയുടെ നടുവിലും അമ്മയ്ക്കൊരിറ്റാശ്വാസം. ഇതാ നിന്റെ മകൻ. ശിഷ്യഗണത്തിന് മാതൃത്വത്തിന്റെ പരിലാളന. ഇതാ നിന്റെ അമ്മ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് ഈശോ തന്റെ ജീവിതബലി പൂർത്തിയാക്കി മരണം വരിച്ചു. നിരപരാധിയുടെ മരണം കണ്ട് സൂര്യന്റെ മുഖമിരുണ്ടു. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ അടിവരെ 2 കീറി. പ്രപഞ്ചനാഥന്റെ ദാരുണമായ അന്ത്യം കണ്ട് പ്രകൃതി പോലും തേങ്ങിക്കരഞ്ഞു. നമുക്ക് സമൃദ്ധമായ ജീവൻ നൽകാൻ യേശു ഇന്നും പുറന്തള്ളപ്പെടുന്നവരോടൊപ്പം കുരിശിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും സമ്പൂർണമായ ബലി ദൈവപിതാവിന്റെ മുമ്പിൽ സമർപ്പിച്ച മിശിഹായെ, കഠിനമായ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ തിരുരക്തത്താൽ കഴുകണമേ. ഞങ്ങളാകുന്ന ജീവിക്കുന്ന ആലയങ്ങൾ സഹോദരർക്കായും അങ്ങയ്ക്കായും തുറക്കപ്പെടുവാൻ കനിവുണ്ടാകണമേ. സമൂഹത്തിന്റെ മോചനത്തിനായി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.